അമേരിക്കയുടെ അഹങ്കാരത്തിനും സൈനിക മേധാവിത്വത്തിനും മുകളിൽ ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ വലിയൊരു തിരിച്ചടിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. യുദ്ധത്തിന്റെ ഭീഷണി ഉയർത്തി മേഖലയെ വിറപ്പിക്കാമെന്നും ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ ഏകപക്ഷീയമായ നിയന്ത്രണം സ്ഥാപിക്കാമെന്നും അമേരിക്കൻ ഭരണകൂടം കരുതിയെങ്കിലും അതെല്ലാം വെറും വ്യാമോഹമായി മാറി. തങ്ങളുടെ നാവിക ഉപരോധങ്ങൾ മറികടന്ന് ഒമാനുമായി ചേർന്ന് ഹോർമുസിലെ കപ്പൽ ഗതാഗതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കാൻ ഇറാൻ തയ്യാറായതോടെ ട്രംപ് ഭരണകൂടം തികച്ചും പ്രതിരോധത്തിലായിരിക്കുന്നു. യുദ്ധത്തിന് സന്നദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പെട്ടെന്ന് നിലപാട് മാറ്റി സമാധാന ചർച്ചകൾക്ക് ഇറാൻ മുൻകൈയെടുത്തതുകൊണ്ടാണ് താൻ ആക്രമണം നീട്ടിവെച്ചത് എന്ന് ട്രംപിന് പറയേണ്ടി വന്നത് തന്നെ അമേരിക്കയുടെ നയതന്ത്രപരമായ തോൽവിയുടെ വലിയൊരു തെളിവാണ്. വാക്കുകളിൽ മാത്രം സമാധാനം പറയുകയും പ്രവൃത്തിയിൽ കരാറുകൾ ലംഘിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ലോകത്തിന് മുന്നിൽ വളരെ കൃത്യമായി തുറന്നുകാട്ടാൻ ഇറാന് സാധിച്ചു. കഴിഞ്ഞ ജൂണിൽ ഒപ്പുവെച്ച ധാരണകൾ കാറ്റിൽ പറത്തി സ്വന്തം ഇഷ്ടപ്രകാരം കപ്പലുകൾ കടത്തിവിട്ട് മേഖലയിൽ വീണ്ടും സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് അമേരിക്കൻ സൈന്യമായിരുന്നു. എന്നാൽ അത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും പരമോന്നത നേതാവ് മുസ്തഫ ഖമനിയുടെ അനുമതിയോടെ മാത്രമേ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകൂ എന്നും ഇറാൻ വ്യക്തമാക്കിയതോടെ വാഷിംഗ്ടൺ വീണ്ടും കുരുക്കിലായി. ലോകത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ വ്യാപാര പാതയിലെ ഈ തർക്കം അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത്. ചർച്ചകൾ നടക്കുന്നില്ലെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുമ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ് ട്രംപും അദ്ദേഹത്തിൻ്റെ സൈനിക ഉപദേശകരും. ഇതിനെല്ലാം പുറമെ ആഗോള സാമ്പത്തിക വിപണിയിലുണ്ടായ ആഘാതവും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ്. യുദ്ധഭീതിയും ഹോർമൂസിലെ അനിശ്ചിതത്വവും കാരണം സ്വർണ്ണവില ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചുയരുകയും US സ്വകാര്യ മേഖലയിലെ തൊഴിൽ വളർച്ച കുത്തനെ ഇടിയുകയും ചെയ്തതോടെ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന് പലിശ നിരക്ക് കുറയ്ക്കാൻ ആലോചിക്കേണ്ടി വന്നിരിക്കുന്നു. വൻ ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് സ്വന്തം സൈനിക ശക്തി കൊണ്ടോ ഉപരോധങ്ങൾ കൊണ്ടോ ഇറാന്റെ തന്ത്രങ്ങളെ ചെറുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലോകത്തിന് മുന്നിൽ തികച്ചും നാണം കെട്ട രീതിയിൽ നിലപാടുകൾ മാറ്റേണ്ട സാഹചര്യവും സംജാതമായിരിക്കുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ മണ്ണിൽ തങ്ങൾ വിതച്ച വിത്ത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ചരിത്രത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ നയതന്ത്ര തോൽവി ഏറ്റുവാങ്ങേണ്ട ഒരവസ്ഥയിലാണ് ഇന്ന് അമേരിക്ക.